Hey guys, welcome to my YouTube channel. ഞാൻ നിങ്ങളോട് വിസ അപ്പോയിന്റ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മെട്രോണിക്സ് ഹൗസ് ബിൽഡിംഗിൽ നമ്മൾ വിസയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സും കാര്യങ്ങളാണ് ആവശ്യം, അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് വിസ അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം VFSൽ. എന്നിട്ട് നമ്മളത് നമ്മുടെ Gmail വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യുക. അതായത് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് റെഡിയാവും. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് കൊടുക്കുക. സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ നാഷണൽ വിസ ടു ജർമ്മനി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ VFSന്റെ ഓഫീസ് സെലക്ട് ചെയ്യുക. അതായത് കൊച്ചിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ആണ്. സബ് കാറ്റഗറി എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓർ അതർ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ബസ്സിന്റെ ഡേറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ചിലപ്പോൾ ചിലർ വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ ആയി പോയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും ഒരു മെയിൽ അയക്കും. നമുക്ക് ഡേറ്റും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ഒരു ലൈക്ക് കൂടി കൊടുത്തേക്കുക. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് മിസ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. VFSലൊക്കെ പോകുമ്പോൾ ഒരു ഡോക്യുമെന്റ്സ് മിസ്സായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോയിന്റ്മെന്റിൽ നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കൊരു 3:30 അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 3:30 ഒരു അരമണിക്കൂർ മുന്നേ അവിടെ ചെല്ലാൻ നോക്കുക. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ഒരു ചോദ്യമാണ്, പ്രീമിയം ലോഞ്ച് എടുക്കണോ വേണ്ട. പ്രീമിയം ലോഞ്ച് ഞാൻ എടുത്തിട്ടില്ല. അതിപ്പോ അത്യാവശ്യം പ്രീമിയം ലോഞ്ച് എടുത്തുകൊണ്ട് വേറൊരു ഉപയോഗം നമുക്ക് വിസ കിട്ടും എന്നുള്ള ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്യും, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ കൂടെ ഒരാൾ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ നമുക്കൊരു പേഴ്സണലായിട്ടൊരു റൂം തരും. കഴിക്കാൻ ചായയോ എന്തെങ്കിലും ചിപ്സ് അങ്ങനെയുള്ളതൊക്കെ തന്നെ നമ്മൾ ഇരുത്തുള്ളൂ. അതായത് ഒരുപാട് തിരക്കും കാര്യങ്ങളുള്ളപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് കുറച്ച് പേര് പ്രീമിയം ലോഞ്ച് എടുത്തായിരുന്നു. നല്ല തിരക്കായിരുന്നപ്പോൾ ഒരു പ്രീമിയം ലോഞ്ച് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു നേരെ അകത്തേക്ക് കയറ്റുകയും അകത്ത് പോയി നമുക്ക് റെസ്റ്റ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വ്യത്യാസം മാത്രമേ പ്രീമിയം ലോഞ്ച് എനിക്ക് തോന്നുള്ളൂ. പക്ഷെ ഞാൻ പ്രീമിയം ലോഞ്ച് അല്ല എടുത്തത്. എൻ്റെ വിസയ്ക്കും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. VFSൽ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ 2 സെറ്റായിട്ടാണ് ആവശ്യമുള്ളത്. നമ്മൾ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സ് എല്ലാം 2 സെറ്റായിട്ട് വേണം വയ്ക്കാൻ. ട്രാവൽ ഇൻഷുറൻസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ എടുത്തത് റിലയൻസിന്റെ ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഏകദേശം ഒരു 4837 രൂപയൊക്കെ ആയി ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ. നമുക്കതൊരു ഏജന്റ് വഴിയോ അല്ലെങ്കിൽ റിലയൻസിന്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ഞാൻ ഓൺലൈൻ ത്രൂ ആണ് ചെയ്തത്. നമുക്ക് ഒരു ഏജന്റിനെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വഴി നമുക്ക് ഓൺലൈൻ ചെയ്തു. അതുപോലെ നമുക്ക് മെയിൽ വരും. അത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യം ഗോയിത്തെ സർട്ടിഫിക്കറ്റ്. നമ്മൾ ലാംഗ്വേജ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ B1 ആയിരിക്കട്ടെ B2 ആയിരിക്കട്ടെ അതിന്റെയൊക്കെ കളർ പ്രിന്റ്, അതായത് നമ്മൾ ഏത് ഡോക്യുമെന്റ്സ് എടുക്കുമ്പോൾ അതിന്റെ കളർ പ്രിന്റ് ആണ് നമുക്ക് ആവശ്യം. അത് കളർ പ്രിന്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, VFS അപ്പോയിന്റ്മെന്റ് അതായത് ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ ഓൾറെഡി കൊറിയറിന്റെ ഫീ പേ ചെയ്തിട്ടുണ്ടായി. അത് ഏകദേശം ഒരു 1000 അകത്താണ് വന്നത്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതായത് 10+2 പിന്നെ BTech, ഇത് മൂന്നും നമ്മൾ നോട്ടറി അറ്റസ്റ്റ് ചെയ്യണം. അത് നമ്മൾ നോട്ടറി ഏതെങ്കിലും വക്കീലിനെ കണ്ട് നമ്മൾ അറ്റസ്റ്റ് ചെയ്താൽ മതി. അതിന് ഏകദേശം ഒരു 1000 rupees ഒക്കെയാണ് എനിക്കായിട്ടുള്ളൂ. പക്ഷെ പല സ്ഥലത്തും പല റേറ്റ് ഒക്കെയാണ് ഓരോ വക്കീൽമാർ വാങ്ങുന്നത്. നോട്ടറി അറ്റസ്റ്റ് ചെയ്ത നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പീസും 2 സെറ്റായിട്ട് എടുത്ത് വെക്കുക. പിന്നെ മെയിനായിട്ട് നമ്മുടെ വിസ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളത് തിരുത്തണം, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പിയാണ്. പാസ്പോർട്ടിന്റെ 2 കോപ്പി വേണം. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. അതാ റേഷ്യോയിലല്ല നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്, ജർമ്മൻ റേഷ്യോയിൽ വേണം. അതായത് നമ്മൾ കുറച്ചും കൂടി സൂം ചെയ്ത പോലെ ഇരിക്കും. ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ അവിടെ പറഞ്ഞാൽ മതി ജർമ്മൻ ഇതുപോലെ വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ അതുപോലെ എടുത്തു തരും. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോന്റെ റേഷ്യോയും കാര്യങ്ങളും നമുക്ക് കിട്ടും. അത് അവർക്ക് കാണിച്ചു കൊടുത്താലും മതി. ഫോട്ടോഗ്രാഫ്സ് പിന്നെ ഒരു 3-4 കയ്യിൽ വെച്ചോ, പിന്നീടാണെങ്കിൽ നമുക്ക് ആവശ്യം വരും. പിന്നെ സ്പെക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ സ്പെക്സ് നമ്മൾ ഗ്ലെയർ അടിക്കാൻ രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ വെച്ചപ്പോൾ എൻ്റെ ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ സ്പെക്സ് ഒഴിവാക്കിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് നമ്മൾ വയ്ക്കുമ്പോൾ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും നമുക്ക് കമ്പനിയിൽ നിന്നാണെങ്കിലും അയച്ചു കിട്ടും, നമ്മുടെ കോൺട്രാക്റ്റും കാര്യങ്ങളും. അതുപോലെ അതിന്റെ കൂടെ കുറച്ച് പേപ്പറും കാര്യങ്ങളും വെക്കണം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ അനക്സ്റ്റർ എംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ അതിൽ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ്, നമ്മുടെ സിപ്പ് കോഡ്, അങ്ങനെയുള്ള നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അനക്സ്റ്റർ എംപ്ലോയ്മെന്റിൽ ഉള്ളത്. അത് 2 കോപ്പി എടുത്ത് വെക്കുക. ലേബൻസ്ലോഫ് നമ്മുടെ CV ആണ്. CV 2 കോപ്പി. എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ 2 കോപ്പിയാണ് എടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ആ ഡോക്യുമെന്റ്സിന്റെ പേരും കാര്യങ്ങളൊന്ന് പറഞ്ഞു. മോട്ടിവേഷൻ ലെറ്റർ നിർബന്ധമാണ്. നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്തതെന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് അവരെ അറിയിക്കണമെങ്കിൽ മോട്ടിവേഷൻ ലെറ്റർ നിർബന്ധമാണ്. ഒരു തെറ്റുകൂടാതെ നമ്മുടെ വിസ ഫോം ആവശ്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഹൗസ് വാൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു പേപ്പർ കിട്ടും. അതായത് നമ്മൾ എന്തുകൊണ്ട്
ഇവർ ചൂസ് ചെയ്തത്. നമ്മളെ ക്വാളിഫിക്കേഷൻസ് കണ്ടിട്ടായിരിക്കില്ല ഇവർ എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇവർ ചൂസ് ചെയ്തു എന്നുള്ളൊരു ഇതാണ്. EB-Z എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഇവിടുത്തെ നമ്മുടെ സ്റ്റൈഫൻറ്റും കാര്യങ്ങളും, അതായത് കമ്പനി നമുക്ക് എന്തോരും ബോണസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് EB-Z-ലായിരിക്കും. ഇതൊക്കെ നമ്മൾ സൈൻ ചെയ്യണം. അതായത് കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യണം. അതുപോലെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസിന്റെ ഒരു പേപ്പർ ഉണ്ടാവും, അതും സൈൻ ചെയ്യണം. അതുപോലെ ഈ EB-Z നമ്മൾ സൈൻ ചെയ്ത് വെക്കണം. നമ്മുടെ ഇവിടുത്തെ ഷൂലെ, അതായത് നമ്മുടെ ഇവിടുത്തെ ഷൂലയിലെ ഒരു പേപ്പർ ആയിരിക്കും, അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെയും 2 കോപ്പി എടുത്ത് വെക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇൻട്രകോസ്റ്റ്, അതായത് നമ്മുടെ ഇവിടുത്തെ അക്കോമഡേഷൻ നമുക്ക് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ റിജക്റ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഇൻട്രകോസ്റ്റിന്റെ പേപ്പർ എടുത്തൊന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. പിന്നെ ഫെർട്രാഗ്, അതായത് നമ്മുടെ കോൺട്രാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈൻ ചെയ്ത്, അതായത് അത് ഓരോ സ്ഥലത്ത് നമുക്ക് സൈൻ ചെയ്യാനുള്ളൊരു പേരുണ്ടാവും, ഇൻട്രഷിഫ്റ്റ് ഹൗസ് ബിൽഡർ എന്ന് പറഞ്ഞു. അവിടെയൊക്കെ നമ്മൾ സൈൻ ചെയ്തുകൊണ്ടൊന്നുകൂടി ശ്രദ്ധിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു കവർ ലെറ്റർ വേണം. നമ്മളെ ലെറ്ററിൽ നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് വച്ചേക്കണേന്ന് അറിയാൻ പറ്റും. അത് മസ്റ്റായിട്ട് വയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ അവർക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓഫീസിൽ നമ്മൾ കുറച്ച് ക്യാഷ് അടയ്ക്കണം. അപ്പോൾ അതൊരു ഏകദേശം ഒരു 7,800 സംതിങ് ഒക്കെയാണ് വന്നത്. നിങ്ങൾ എന്തായാലും ഒരു 10K കയ്യിൽ വെച്ചുകൊണ്ട് വെക്കൂ. ഇപ്പോൾ വേറെ എന്തെങ്കിലും എക്സ്ട്രാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറിയറും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഓൺലൈനിൽ അടച്ചുകൊണ്ട് എനിക്കത് അടയ്ക്കേണ്ടി വന്നില്ല. VFSൽ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പറഞ്ഞ ടൈമിനേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പ് ചെന്നു. പക്ഷെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് കുറച്ച് നേരം അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്ത് നമ്മൾ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും. നമ്മൾ 2 സെറ്റ് ഡോക്യുമെന്റ്സ് അങ്ങ് എടുത്തു കൊടുക്കുക. അവരത് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അപ്പം തന്നെ പറയും. അതായത് സൈൻ ചെയ്യാൻ എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ നമ്മുടെ പാഴ്സൽ നമുക്ക്, അതായത് നമ്മുടെ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് നമ്മൾ എടുക്കണം. അത് പറഞ്ഞു വരുന്നത് ആലുവ കൊറിയർ ഓഫീസിൽ നിന്നാണ് ഞാൻ എൻ്റെ വിസ കളക്ട് ചെയ്തത്. എന്നിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അവരൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഫണ്ട് അടയ്ക്കാനായിട്ടുള്ള കൗണ്ടറിലോട്ട് വിടും. അവിടെ പോയി ഫണ്ട് അടച്ചു വന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ നമുക്ക് അതിലൊരു ടോക്കൺ ഉണ്ടാവും. ആ ടോക്കൺ നമ്മുടെ ബയോമെട്രിക്സ് എടുക്കാനായിട്ടുള്ള അവിടെ കാണിക്കണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ബയോമെട്രിക്സ് എടുക്കുക. ബയോമെട്രിക്സ് എടുത്തതിന് ശേഷം അപ്പോൾ അവർ നമ്മുടെ ഫോട്ടോ ചോദിക്കും. ഫോട്ടോ നോക്കിയിട്ട്, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചിലരുടെ ഫോട്ടോ ഒക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി പ്രീമിയം ലോഞ്ച് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിലും നമുക്കൊരു അവസരം തരും. എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമുക്ക് അപ്പം പ്രീമിയം ലോഞ്ച് എടുക്കാം. അതുകൊണ്ട് നേരെ ചെന്ന് കഴിയുമ്പോൾ തന്നെ പ്രീമിയം ലോഞ്ച് എടുക്കണവർക്ക് എടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല, കുറച്ച് പൈസ കൂടുതലാവും. ഫോട്ടോ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളടുത്ത് ഓക്കെ അല്ലേ, ബയോമെട്രിക്സ് ഒക്കെ എടുത്ത് നമ്മളോട് പൊക്കോളാൻ പറയും. ക്യാഷായിട്ട് കയ്യിൽ പൈസ വയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഒരു 10,000 രൂപയുടെ അടുത്ത് കയ്യിൽ കൊണ്ടുപോകണം. പിന്നെ അതുപോലെ ഡോക്യുമെന്റ്സ് എടുക്കാൻ മറന്നു വരുത്. 2 സെറ്റ് ഡോക്യുമെന്റ്സ് ആയിട്ട് കറക്റ്റായിട്ട് ഒരുപോലെ വെക്കണം. പിന്നെ നമ്മുടെ പാസ്പോർട്ട് മറക്കരുത്. അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വിസ റിജക്റ്റ് ആവില്ല. പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മെയിലും കാര്യങ്ങൾ വരും VFS ഗ്ലോബലിൽ നിന്ന്. അതായത് നമ്മുടെ അതായത് നമ്മുടെ പാസ്പോർട്ട് ഓൾറെഡി പാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് ബാംഗ്ലൂർ എത്തി എന്ന് പറഞ്ഞൊരു മെയിൽ വന്നു. പിന്നെ ഒരു 20 ദിവസം, 2 ആഴ്ച 3 ആഴ്ചയുടെ അടുത്തായപ്പോഴത്തേക്കും ഡിസ്പാച്ചായി പാസ്പോർട്ട്. 20 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസയും കാര്യങ്ങളൊക്കെ കിട്ടി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ കമ്പനിയിൽ നിന്ന് കിട്ടിയ എല്ലാ പേപ്പേഴ്സും നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതായത് പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടോന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. വിസ അപ്പോയിന്റ്മെന്റ് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കയ്യിലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം, അതായത് നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അടുത്തുണ്ടെങ്കിൽ വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിസ അപ്പോയിന്റ്മെന്റിന്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വിസ അപ്പോയിന്റ്മെന്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.